കോട്ടക കിട്ടാത്ത സാധനം അപ്പൊ കോട്ടക കോട്ടകലുണ്ടോ? കാറ്റടിക്കാൻ വന്ന വണ്ടിക്ക് എഞ്ചിൻ അയച്ചു പറയില്ല, അതേപോലെ ഞാനും ഏതാണ്ട് പോർഷെ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വമ്പൻ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഹരിബറിയിലാണ്, കാര്യങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൊടുക്കേണ്ട ആള് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, പക്ഷെ അവനക്ക് അറിയില്ല എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളത്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്താൽ നമ്മൾ സമയം 9:15 9:00 ഷോപ്പ് അടക്കും, അതിന് മുന്നേ അവിടെ എത്തണം. അപ്പോൾ എന്താണ് ഇങ്ങനെയെന്നുള്ളതൊക്കെ പിന്നെ വിശദമായിട്ട് പറഞ്ഞുതരാം, ഫുൾ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, വേറെ ആരുമല്ല, ആച്ചിക്കാണ്. അപ്പോൾ ആച്ചിയുടെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ നമ്മുടെ പറഞ്ഞു തുടങ്ങിയിട്ടും ഈ കുറച്ച് കാലമായി ഇങ്ങനെ പ്രശ്നമുണ്ട് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ലാസ്റ്റ് ടൈം വന്ന സമയത്ത് ഫോൺ എന്തോ അവൻ ചാർജർ പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഫോൺ കംപ്ലൈൻ്റ് ആണ്, സീനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ മാർട്ടിനിൽ വെച്ചപ്പോൾ പറഞ്ഞ് ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഫൈനലി ഞങ്ങളൊരു ഫോൺ മേടിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പോവാണ്. ഇനി എന്താണ് എങ്ങനെയെന്നൊക്കെ അവിടെ പോയിട്ട് അവിടെ ചെറിയൊരു പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, വന്ന് ഡൗൺ ആക്കാനുള്ള പരിപാടി. അപ്പോൾ ഇനി എന്തായാലും ബാക്കി അവിടെ വന്നിട്ട് കാണാം. സംഭവിച്ചില്ല, ഞാൻ കോയമ്പത്തൂരാണ് പഠിക്കണത്. അപ്പോൾ അവിടൊക്കെ പറഞ്ഞിട്ടാ തോന്നുന്നു വിളിച്ചേ. കൂറ്റനാടുള്ള അജ്മലിക്ക് കോയമ്പത്തൂർക്ക് വിളിച്ചിട്ട് പറയാണ് കൂറ്റനാട് ഏതാണ് അലോയ് വീലിന്റെ ഷോപ്പ് ഉള്ളതെന്ന്. സാധാരണ ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നത് പാർട്സ് എടുക്കാനും അലോയ് വീൽ എടുക്കാനൊക്കെ കോയമ്പത്തൂർക്ക് വിളിച്ചിട്ട് അവിടെ നോക്കാനേ പറയില്ല. ഇപ്പം വിളിച്ചിട്ട് കൂറ്റനാടത്തെ ഷോപ്പിൽ ഏതെങ്കിലും ഉണ്ടോന്ന് പെട്ടെന്ന് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആലോചിച്ചു കൂറ്റനാട് പെട്ടെന്ന് ഇപ്പൊ ഷോപ്പ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കത്തണമില്ല ഏതോ ഷോപ്പുകളുണ്ടെന്നൊക്കെ. ഞാൻ പറഞ്ഞാൽ അങ്ങനെ വിവരം നോക്കിയിട്ട് കൂറ്റനാട് അല്ലെങ്കിൽ പട്ടാമ്പി അന്വേഷിച്ച് വിവരം അറിയിക്കാന്ന് പറഞ്ഞു. ഞാനത് അങ്ങനെ കണക്കിലാക്കില്ല. പിന്നെയാണ് ആ പ്രാർക്ക് പറഞ്ഞത് ഇവനോട് കോയമ്പത്തൂരത്തെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് എനിക്ക് വിളിക്കാൻ പറഞ്ഞത്. പക്ഷെ വിളിച്ച് ചോദിച്ചത് കൂറ്റനാടത്തെ കാര്യമാണെന്നു. പറഞ്ഞെന്താണ് നമുക്ക് ഓൾറെഡി മണിയർ ഉണ്ടല്ലോ. അപ്പൊ ഏകദേശം അജുവിന്റെ വണ്ടി അതെ, അജുവിന്റെ വണ്ടി മാത്രമല്ലോ, അജുവിന് വലിയ ബന്ധമല്ല. അനസ് വണ്ടി എടുത്ത് കൊണ്ടുപോകും, മണിയാറ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല അല്ല എന്താണ് സുന്ദര വണ്ടിയിൽ വെട്ടം? അല്ല എന്താ സുന്ദര വെട്ടം? അത് പിന്നാവിടിക്കാൻ തോന്നുന്നത്. അവര് കുറച്ചു നേരത്തേക്ക് പിണ്ടി പറയാൻ വേണ്ടി വന്നതല്ലേ, അവര് ഡിസ്റ്റർബ് ചെയ്യണ്ട അല്ലേ? അനസേ ഈ നിരക്കാണെങ്കിൽ പെട്ടെന്ന് വേണ്ടി വരും അനസിന്. എന്താ പറയാ, സഹോദരേ, ഞങ്ങളുടെ ഭൂമിയിലെ പൊന്നോമന തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള അനസ് പെണ്ണ് അന്വേഷിക്കുന്നതാണ്. അപ്പോ അനസ് എത്ര 5 അടി 4 ഇഞ്ച് ഹൈറ്റ്, ഗാംഭീര്യം, വെളുത്ത നിറം, ഒത്ത ശരീരം, പിഞ്ചു മനസ്സ്. അതായത് 2019 മോഡല് 150 പൾസർ ബജാജിന്റെ ന്യൂ കണ്ടീഷൻ സാധനം ഇപ്പൊ 2 ദിവസം മുന്നേ ഇറക്കിയിട്ടുള്ളൂ. അതിന് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ എന്താ പറയുക സൽഗുണ സമ്പന്നനും നാട്ടിലെ പൊന്നോമനയും കണ്ണിലെ കൃഷ്ണമണിയും കണ്ണിൽ ഉണ്ണിയുമായിട്ടുള്ള അനസിനെ ഒന്ന് കാണിച്ചിട്ടാ തിരുമുഖം. പെണ്ണ് അന്വേഷിക്കുന്നതാണ്. അപ്പോ നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അനസിന്റെ നമ്പർ നമ്മൾ മെൻഷൻ ചെയ്യാം. അനസ ഓക്കെ. അപ്പോൾ ഗൈസ്, നമുക്ക് നിലവിൽ ആച്ചറ ഫോണ് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഓൻ്റെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ. അപ്പോൾ ആദ്യം ഓൻ്റെ കഴിയട്ടെ. ഓനക്കല്ല എമർജൻസി, നമുക്ക് എമർജൻസി ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി സെറ്റാണ് ഫുൾ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അനസ് അവിടെ നിന്നിട്ട് അടുത്ത ഡേറ്റിംഗ് ആപ്പും കാര്യങ്ങളൊക്കെ നോക്കി സെറ്റ് ആക്കുന്നുണ്ട്. കുട്ടിക്ക് എങ്ങനെയെങ്കിലും ഒരു കുട്ടിയെ സെറ്റ് ആവണം, അതിന്റെ വിഷമത്തിലാണ്. കഷ്ടപ്പാട്. ഫോണിന് എന്താ കംപ്ലൈൻറ്റ് ചോദിച്ചാൽ ഫോണിൻ്റെ ബാറ്ററി ഞാൻ കുറച്ചായി ഉപയോഗിക്കണ്. 13 ഇപ്പോൾ കറൻറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഫോൺ മാറ്റണം എന്നുള്ളൊരു ഇതൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ക്രൈസ് ഒന്നുമില്ല ഫോണിനോട്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അതിൻ്റെ ബാറ്ററി ഭയങ്കര ഡൗൺ ആയിട്ടുണ്ട്. കറൻറ്റ്ലി ഇപ്പോൾ അത് മാറ്റി തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ സ്പീക്കർ കുറച്ച് സൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ കാരണന്മാരൊക്കെ കനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ 18ഉം 17 ഇറക്കാവുന്നതേ ഉള്ളൂ. അല്ല
ഇറങ്ങുമ്പോ ഇറക്കാവുന്നതേ ഉള്ളൂ. ചെക്കൻ ഇപ്പൊ 13 തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി 14 കിടക്കുന്നുണ്ട്, 15 കിടക്കും, 16 കിടക്കും, 17 കിടക്കുന്നുണ്ട്. ഇതൊന്ന് അപ്ഡേറ്റഡ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഫോണിനോട് അങ്ങനെ കമ്പുള്ള ആളൊന്നല്ല. ഞാൻ ഒരു ഫോൺ തന്നെ കുറെ കാലം ഉപയോഗിക്കും. വേറെ സംഭവം ഉണ്ട്. ഇപ്പൊ ഇവൻ 13 യൂസ് ചെയ്യുന്നത് ഞാൻ കൊടുത്ത ഫോൺ തന്നെയാണ്. അതാ പ്രാക്ക് തന്നാണ്. മറ്റേ പറഞ്ഞ പോലെ പാപ്പിച്ചായൻ നാട്ടുകാരെ കണ്ണിലുണ്ണിയും അതുപോലെ കുടുംബത്തില് മറ്റേ ഇതെല്ലാം എല്ലാമാണ്. എന്താ വാങ്ങിയല്ലേ? എന്താ ഇതൊന്നും നമ്മള് പ്ലാൻ ഇല്ലാത്ത ഇത് കീബോർഡ് കീബോർഡ് എഡിറ്റ് ചെയ്യുമ്പോ അത് മനസ്സിലായി. അല്ല മാക്കില് കേബിൾ ഇല്ലാണ്ട് കണക്ട് ചെയ്തിട്ട് വൈറസ് വെച്ചിട്ട് വയർലെസ് വേണം. നമ്മൾ ഈ കിടക്കണ ബ്ലാങ്കറ്റിലൊക്കെ ഇടൂലേ, ആ സമയത്ത് നല്ല ഈ ബ്ലാങ്കറ്റിന്റെ മേളിൽ നിന്നൊക്കെ ഈ സാധനം അങ്ങനെ പറയാ നൂല അങ്ങനത്തെ സാധനം ഉള്ളിൽ കയറിയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ചാർജ് കയറാനൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ക്ലീൻ ആക്കണം. പിന്നെ അതിന്റെ ബാറ്ററി ഭയങ്കര ഡൗൺ ആയിട്ടുണ്ട്. അതൊന്ന് റെഡി ആക്കണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ കുറച്ച് കാലം കൂടി ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇൻഷാ അല്ലാഹ് ഫോണ് പുതിയതൊക്കെ ഇറങ്ങട്ടെ, അപ്പ് എടുക്കാം അല്ലേ? അതവിടെ അങ്ങോട്ട് തിരിക്ക് അല്ലേ? എടുക്കാം. ഫോൺ എടുക്കണ്ടേ പുതിയത്? ഞാൻ പറഞ്ഞത് 18 Pro എടുക്കുമ്പോ ഞാൻ 70 Pro കൊടുക്കാട്ടോ തന്നെ. അല്ല ഞാൻ കറക്റ്റ് ഒരു എത്ര മാസം നാട്ടില്? 3-4 മാസം. 3 അല്ല സെപ്റ്റംബറിലല്ലേ? അല്ല ഡിസംബറില്. ഡിസംബറില് ഞാൻ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ പക്ഷെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഡിസംബർ ആയി കഴിഞ്ഞാൽ ഞാൻ ഫോണ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് കൊടുത്തിരിക്കും. ഞാൻ 13 ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പോ എന്ത് ചെയ്യും, അടുത്ത 18 Pro ഇറങ്ങിയാൽ 18 Pro എടുക്കും. 18 Pro ആകുമ്പോ 18 Pro ഇറങ്ങിയാൽ 18 Pro എടുക്കും പറഞ്ഞിട്ടുണ്ട്. കൂടെ ഉണ്ടാക്കണം, സെറ്റാക്കാൻ നമുക്ക് പറയാം. ഏത് എനിക്കറിയില്ല എന്തൊക്കെ ഉദ്ദേശിക്കണോ. അനസ് കാര്യമായിട്ടുള്ള തിരക്കിലാണ്. അതായത് എങ്ങനെയും എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞിട്ടിരുന്നെങ്കിൽ ഒരു മറ്റേ മുട്ടായി കൊണ്ട് കൊടുക്കരുത് എന്നുള്ള സിസ്റ്റത്തിലാണ് ഇപ്പോൾ ആള് നടന്നുകൊണ്ടിരിക്കുന്നത്. ടിപ്പ് പറഞ്ഞിട്ട് ഞാനും പ്രോയല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു ഇത് അവന്റെ ചോയ്സാണ്, അവന്റെ ഫ്യൂച്ചറാണ്, അവന്റെ ലൈഫാണ്. സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാലേ അങ്ങനെ ഒരു ഇതുള്ളൂ. ലൈഫ് ശരിയല്ല, നമ്മളൊരു മറ്റു ലൈഫിൽ ഇടപെടുന്നത് ശരിയല്ല. സ്വന്തമായിട്ട് സെൽഫായിട്ടുള്ള അതിന് കാര്യപ്രാപ്തി പക്വത അനസിനായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അനസ് തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കില്ലേ അതിന്റെ ഒരു ഉത്തമം. അതെ, അപ്പൊ അനസിന് കണ്ടുപിടിക്കാൻ അനസ് കണ്ടുപിടിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ഇത്. പിടിക്കണം, കിട്ടട്ടെ അല്ലേ? എന്നാലും ഇത്ര സൽസ്വഭാവിയും സൽഗുണസമ്പന്നനും മറ്റേ ജനഹൃദയങ്ങളിലെ കണ്ണിലുണ്ണിയുമായ അനസ്, പിന്നെ ഭൂമി ക്ലിനിക്കിന്റെ സന്നദ്ധ പ്രവർത്തകനുമായ അനസിനെ തേടിയിട്ട് ആൾക്കാർ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഇപ്പോൾ. അനസിനെ തേടി വരുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പോൾ കുറെ ആയിട്ട്. അപ്പോൾ ഇത്രയും കഴിവും പ്രാപ്തിക്കുള്ള ഒരു അനസിന് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു വിങ്ങലാണ്. എന്നിരുന്നാലും പരിശ്രമിക്കുന്നുണ്ട്. ദൈനംദിനം അനസ് പരിശ്രമിക്കുന്നുണ്ട്, കിട്ടട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് കിട്ടട്ടെ. ഇതാണ് പറഞ്ഞേ, ഞാൻ പറഞ്ഞില്ല അനസിന്റെ മനസ്സ് പൊള്ളയാണ്. കാരണം ഒന്നും അറിയത്തില്ല, ഒന്നും അറിയില്ല. ഡമ്മി ഫോണും ഒറിജിനൽ ഫോണും തിരിച്ചറിയാനുള്ള ഇതൊന്നും അതിലും പറയില്ല. ഉള്ളു പൊള്ളയാണ്. അതുകൊണ്ട് എന്താണ് മനസ്സിലൊന്നും ഇരിക്കൂല അനസ്, എന്തും പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ അനസത് കൊടുന്ന ഒരാളെ കാരണം. നിങ്ങൾ ആരും അത് കാര്യത്തിലെടുക്കരുത്. അനസിന്റെ വിവരമില്ലായ്മയെ എല്ലാവരും മാനിച്ചുകൊണ്ട് എല്ലാവരും അനസിന് പുറത്തു കൊടുക്കണം. അനസൊരു അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാണ്. സാരില്ല, പോട്ടെ. അജ്മല് മാക് ബുക്ക് എടുത്തതിന് നമുക്ക് ചെലവ് കിട്ടിയിട്ടില്ല. പോണ വയ്ക്ക് അജുവിനെ എവിടെയെങ്കിലും കൊണ്ട് കയറ്റാം. ബാറ്ററി മാറിയിട്ട് നടക്കുന്നില്ല. അല്ല അത് ഷോട്ടുണ്ട് ഇല്ല, സ്ട്രിപ്പിന്റെ കംപ്ലൈന്റ് ഉണ്ട്. അതിന് റേറ്റിന്റെ 2300 റേഞ്ചിലേക്ക് വരുള്ളൂ. ബാറ്ററി ഒരു 3000 സംതിങ് ബാറ്ററിയും വരും. പക്ഷെ പ്രശ്നം അതല്ല, സാധനം കിട്ടാൻ കുറച്ച് ഡിലേ ആവും. അതായത് പൊളി മാർക്കറ്റിൽ സാധനം വരെ ഇതിന് പൊളിച്ച സാധനങ്ങളൊക്കെ അതിനൊന്നും കിട്ടണം കുറച്ച് ടൈം.
ഇജ്ജ് 2 ദിവസം വെയിറ്റ് ചെയ്യണമല്ലോ. ഒരു 3 ദിവസം പറ്റുമോ? ഒരു 12-ാം തീയതി 13-ാം തീയതി സെറ്റാക്കി തരാം. 13-ാം തീയതി സെറ്റാക്കണം, 12-ാം തീയതി സെറ്റാക്കണം. 13-ാം തീയതി ഞാൻ പോകും. മാക്സിമം നോക്കാം. ഞാൻ 13-ാം തീയതി പോകും, തിരിച്ചു പോകും. അപ്പോൾ 12-ാം തീയതി റെഡി ആക്കണം. ഓ എന്നോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് സാധനം കിട്ടണം. കാര്യം അല്ല, അത് ക്ലീൻ ആക്കി നോക്കി നിങ്ങള് ചാർജ് പോർട്ട്. ഇവിടെ പറ്റിയ താഴത്തെ ഷോപ്പിൽ കിട്ടും. ടെക്നീഷ്യൻ്റെ അടുത്ത് വിട്ടത് ബാറ്ററി മാറ്റിയിട്ട് ഓടിക്കൂടെ? ഫോണ് കഴിച്ചു ഇപ്പൊ എന്തായാലും പറ്റൂല. ഫോണ് 4 ലക്ഷമാക്കിയോ? കഴിക്കാതെ തയ്ച്ച് കംപ്ലൈന്റ് ഇല്ലേ? അത് പറഞ്ഞത് 13-ാം തീയതി വെയിറ്റ് ചെയ്യണം. അതിന് യൂസ് അയച്ചോക്കിയല്ലേ അറിയുള്ളൂ കംപ്ലൈന്റ് എന്താണുള്ളത്. സാധനം തിരിച്ചു വെക്കാൻ പറയും, ഫോണ് വേണം. എടാ അതേ പറഞ്ഞാൽ അഴിച്ച് സ്ട്രിപ്പ് പോയിക്കണു. ഇനിയിപ്പോ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാല് തൽക്കാലം യൂസ് ചെയ്യാൻ വേറെ പോകും. എന്റെ സ്ട്രിപ്പ് പൊട്ടിപ്പോയിക്കണടാ, ചാർജിങ്ങിന്റെ ഇഷ്യൂ ഇല്ലേ. ഇതൊരു കാര്യം ചെയ്യും, 13-ാം തീയതി വെയിറ്റ് വേണ്ട. 13-ാം തീയതി വേണ്ടിയില്ല, അതിന് മുമ്പ് സെറ്റാക്കി കൊടുക്കാം. അതിന് ബാറ്ററി ഒന്നിട്ട് സാധനം വിറ്റ് തരാൻ പറ്റും. അവർക്ക് ചാർജ് ചെയ്യേണ്ട ചാർജ് കയറുന്ന അങ്ങനത്തെ ഇഷ്യൂ ഇല്ല. ചാർജ് കയറുന്ന ഇഷ്യൂ ഒന്നും അതിനില്ല. ബാറ്ററി ചാർജ് നിൽക്കാത്ത ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഇതൊരു കാര്യമാക്കി ഞാൻ വേറെ ഫോൺ തരാം. അതല്ലേ തൽക്കാലം യൂസ് എന്തെങ്കിലും 5-6 ദിവസം ഇന്നിപ്പോ 8 ആയിട്ടുള്ളൂ. ഒരു 10, 11, 12 ഒരു ചെയ്തിട്ട് പഴയ ബാറ്ററി ഇട്ട് തരാം. പക്ഷെ ചാർജ് കയറൂലടാ. ചാർജ് സ്ട്രിപ്പിന് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു തോന്നി. ഇല്ല, അത് ഇനി പൊട്ടിയ സാധനം ഇങ്ങനെ മാറ്റാം. ഞാൻ സ്ട്രിപ്പ് മാറ്റിട്ട് ഈ ലോക്കൽ ഞങ്ങൾ നേരം മറ്റേ മൊബൈൽക്കാരുടെ പൊക്കിടിച്ച് വന്നാണ് കേട്ടോ. എന്നോട് പറഞ്ഞേ, ഞാൻ പറഞ്ഞു ഇതിന്റെ ഈ സ്പീക്കറിൽ എന്തൊക്കെ ഇരിക്കുന്നുണ്ട്, ചാർജ് ബോർഡിൽ എന്തൊക്കെ കരടി ഇരിക്കുന്നുണ്ട്, അതൊക്കെ നോക്കിട്ടോ. അതുപോലെ ബാറ്ററിയുടെ ഹെൽത്ത് നോക്കിയിട്ട് ചെക്ക് ചെയ്യാണ്ട് പോയതാ. പറയും ബാറ്ററി അല്ല, ഫോണ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി 13-ാം തീയതി അല്ലാണ്ട് സാധനം തിരിഞ്ഞു നോക്കണ്ടാന്ന്. തൽക്കാലം യൂസ് 15 ഉണ്ട്. സിം അവിടെ ഉണ്ടാവും, അത് നമുക്ക് സെക്കൻഡ് വിളിച്ച് ചോദിക്കാം. പിന്നെ തൽക്കാലം യൂസ് ചെയ്യുന്ന സെക്കൻഡ് തരാം. ഉണ്ടാവില്ലല്ലോ ഒന്നല്ലെങ്കിൽ ഒരു ഞങ്ങൾക്ക് ഐഫോൺ തന്നെ വേണമെങ്കിൽ ഒരു ഐഫോൺ സാധനം ഉണ്ട്, ഇത് ഉപയോഗിച്ചോ. അതല്ലെങ്കിൽ എനിക്ക് വിവോന്റെ ഒരു സാധനം ഇത് ഉപയോഗിച്ചു. ഇതൊക്കെ നല്ല ഫോണുകളാണ്. ഞാൻ ചോദിക്കണത് അപ്പൊ ഓന്റെ മറ്റേ നിലവിലുള്ള അത് സിമ്മിട്ട് വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഒന്നും ഉണ്ടാവില്ല. ഐഡി പാസ്വേഡ് അറിയണല്ലേ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ അരുണേ, ഇതിലെ കണ്ടല്ല സാധനം എന്താ കിട്ടാതെ നിൽക്കരുത്. ഒന്നും കത്തിക്കാൻ വകുപ്പുണ്ട്. വീഡിയോ എടുക്കില്ലേ മൊബൈൽ ഗാലറി കത്തു. അതായത് ഒരു ഫോണിന്റെ ബാറ്ററി മാറ്റാണ്ട് വന്നതാണ് ഗൈസ്. അവസാനം ഞങ്ങൾ ഫോൺ മൊത്തത്തിൽ അയച്ചു പണിയേണ്ട അവസ്ഥ. കാറ്റടിക്കാൻ വന്ന വണ്ടിക്ക് എഞ്ചിൻ അയച്ചു പറയില്ല. അതേപോലെ ഞാൻ മറ്റേ ഫോണിന്റെ ബാറ്ററിയുടെ ചാർജ് മോട്ടത്ത് കരകളയാൻ കൊണ്ടുകൊടുത്തത് ഫോൺ ഉരിച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. ബാംഗ്ലൂർ ഷോപ്പ് വരാതുള്ളത് അതാണ്. ഞങ്ങൾ വെച്ച് കഴിഞ്ഞാല് ഐഫോൺ ചെറിയ കംപ്ലൈന്റ് കസ്റ്റമർക്ക് ഐഫോണിനെ തിരിച്ചു കൊടുക്കണം യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. ഇതൊന്നും വേറെ എവിടെയും ചെയ്യില്ല. ഓൺലി മൊബൈൽക്കാരിൽ മാത്രമേ അങ്ങനത്തെ സേവനം കൊടുക്കുള്ളൂ. അപ്പൊ വേറെ ബ്രാൻഡ് ആൻഡ്രോയിഡ് യൂസ് ചെയ്തോട്ടെ. യൂസ് ചെയ്യല്ല. ഫോൺ എത്താൻ പറഞ്ഞാൽ ബാറ്ററി കംപ്ലൈന്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചാർജ് കയറുന്ന കംപ്ലൈന്റോ അല്ലെങ്കിൽ കയറാത്ത കംപ്ലൈന്റോ മറ്റേ വേറെ ചെയ്യുന്നുണ്ട്. ഞാൻ ആകെ 2 കംപ്ലൈന്റ് പറഞ്ഞുള്ളൂ. ഒന്ന് ചാർജ് ബോർഡിൽ ഡസ്റ്റ് ഇരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ബാറ്ററി ഭയങ്കര ഡൗൺ ആണ്, അതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ചെക്ക് ചെയ്യാൻ കൊടുത്ത ആൾ കുറച്ചിൻ്റെ ഉള്ളിൽ വന്നിട്ട് പറയാണ് ഫോണൊക്കെ ഫുൾ അയച്ചിട്ടുണ്ട്, 4-5 ദിവസം കഴിയാണ്ട് സാധനം കിട്ടൂല. ആകെ പോലെ ഓക്കെ ആയി. അല്ലാതെ ഫോൺ തരാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ പകരം നമുക്ക് വേറെ ഫോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോൺ കൊടുത്തിട്ട് പിന്നെ അവർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ തൽക്കാലം 13 ദിവസം യൂസ് ചെയ്യാനുള്ള സംഗതി കാര്യങ്ങൾ പിന്നെ അവർ സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ എൻ്റെ അഭിപ്രായം പറ. എന്താ ചെയ്യാ, സാധനം തിരിച്ച് ഇപ്പൊ ഊരിയതൊക്കെ തിരിച്ച് വിറ്റിത്താലും ചാർജ് കയറില്ല എന്ന് പറയണേ. വേറെ ഒരു കുഴപ്പമില്ല. സ്ട്രിപ്പ് കിട്ടാൻ ഒരു 5-6 ദിവസം വെയിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് പഴയ പോലെ തന്നെ കിട്ടും. അപ്പൊ ബാറ്ററി മാറ്റി പഴയ പോലെ യൂസ് ചെയ്യാം. ബൈക്കുമ്പോ പൊട്ടിയതാണോ? എന്റെ ഫോൺ റബ്ബറാൻ ഇട്ടാ റബ്ബറിന് ഇടാൻ പറ്റുമോ? ബൈക്കുമ്പോ പൊട്ടിയതാ?
അയക്കുന്ന സമയത്ത് പൊട്ടില്ല. ഞാനല്ലടാ താഴെ ചെക്കന്മാരിൽ ചേട്ടാ ഈ മുഖം വിഷമിച്ച മുഖം വിഷമൊന്നുമില്ല. ഫോണിൽ ജീവിക്കാനൊക്കെ പറ്റും. ഞാൻ പറയട്ടെ, ഇത് നോക്ക് ഇതെന്താ അവസ്ഥ? തൽക്കാലം ഉപയോഗിക്കാനല്ലേ. ഇജ് വേണേ ഈ ഫോൺ എടുത്തു, ഞാൻ ഈ ഫോൺ എടുത്തോളാം. ഇജെടുത്തോ ഫോണിന്റെ ഇല്ല. അല്ല ഞാനിപ്പോ ടിസ്റ്റ് ഞെട്ടിപ്പോയാന്നറിയോ, നമ്മള് ജസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കില്ല. ഈ ഫോൺ ഇവിടുന്ന് എടുക്കണമെന്നോ അല്ലെങ്കിൽ മാറ്റി യൂസ് ചെയ്യണമെന്നൊന്നും പ്രതീക്ഷിക്കില്ല. എന്താ പറയാ, നമ്മളാകെ വന്നത് ബാറ്ററി മാറാൻ വേണ്ടിട്ട് സാധനം ചെക്കിട്ട് പറഞ്ഞ് കൊടുത്താ. പിന്നെ പറയാ നടക്കൂല, 4 സെക്കൻഡ് സാധനം തിരിച്ചിട്ടില്ല. ആകെ ടിസ്റ്റ്. തമിഴ്നാട് നെക്സ്റ്റ് ലെവലത്തെ ടിസ്റ്റ് പ്രതീക്ഷിക്കില്ല. പകരം കൊടുക്കുന്നത് ഐഫോൺ ആണ്. ഐഫോൺ 15 ആണ്, 13 വന്നാണ്. ഒരു ഫ്യൂ ഡേയ്സ് യൂസ് ചെയ്യാൻ കൊടുക്കുന്നത് ഇതാണ്. അത് മൊബൈൽ ഗാലറിയിൽ മാത്രമേ കിട്ടുള്ളൂ. അത് വേറെ കാര്യം. ഓക്കെ, അല്ലെങ്കിൽ വേറെ കാര്യം ചെയ്യാം. പറഞ്ഞ പോലെ 17 Pro ശരിക്കും എടുത്തോ എടുത്ത കാര്യോ? ഇനി നിങ്ങൾ തമ്മിൽ ആയിക്കോണി കാര്യം പറയും. തുറന്നോടെ കാര്യായിട്ട് ഞങ്ങളല്ലാതെ പിന്നെ അറിയില്ല. കുറച്ച് ഈസായിട്ട് പ്ലാൻ ചെയ്തിട്ട് എനിക്ക് തരാൻ വേണ്ടിട്ട്. ഇത് ഞാൻ മാത്രല്ലട്ടാ, ഇതില് അതെ ഇത് ഇന്റർറോള് മാത്രല്ല, മറ്റേ ഇന്റർറോളല്ലട്ടാ. ഇതില് മുത്താറും അബീബിയും മെയിൻ റോൾക്കാരാണ്. അത് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഏൽപ്പിച്ചത്. ഓക്കെ, നീ തുറന്നോ. ആ കാര്യം തന്നെ, എന്ത് കാര്യം പറയാനുള്ള സാധനം പൊട്ടിച്ചിട്ട് പോലെ തുറന്നു നോക്ക്. കൈ അത് വെച്ചോത്ര അടിച്ച ചക്കര്. ഇല്ല സത്യം വെച്ചൊക്കെ സങ്കടം ഒന്നുമില്ല. ഞാനും ഞെട്ടിയെന്നറിയോ, ഇങ്ങനൊക്കെ ആവോ? എന്താ പറയാ, ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഫോണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനും ബാറ്ററി മാറാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഫോണ് 4 പൊളിയാക്കി വെച്ച് പറഞ്ഞപ്പോ ഞാനാകെ ഞെട്ടി. കാരണം ഇത്ര ഡിസ്റ്റ് തമിഴ്നാട് ലക്ഷറി സെറ്റിൽ പോലും ഉണ്ടായിട്ടില്ല. പൊട്ടിക്ക് മകനെ. അൺബോക്സിംഗ് വീഡിയോ എടുക്കും, അൺബോക്സിംഗ് വീഡിയോ. ഫൈനലി ദ ഫ്രഷ് ന്യൂ 17 Pro. ഓക്കെ, കുറെ കാലം സെക്കൻഡ്സ് കൊണ്ട് റെക്കോർഡിങ് നിങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. വർക്കുണ്ട്. സത്യം ഞാൻ പ്രതീക്ഷിക്കില്ല. ഞാന് ഡിസംബർ ആകുമ്പോൾ പ്രതീക്ഷിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നും ഉണ്ടായില്ല. എടുക്കണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ എടുക്കണം എന്നല്ല, എനിക്ക് തൽക്കാലം ഉപയോഗിക്കാൻ എനിക്ക് ആ ഫോണ് എന്തൊരു പ്ലാനിലായിരുന്നു. ക്യാമറ വെച്ചോ. താങ്ക് യു ഗൈസ്, താങ്ക് യു. ആച്ചിക്കറിയാ താങ്ക് യു ഗൈസ്. അതാ കട്ട് ചെയ്ത് അബ്ബ, ഉമ്മ, മുത്താറ്, അബേബി എല്ലാരും ഉണ്ടായിരുന്നില്ല. ഇനി എന്താണ് 2 വാക്കുകൾ പറയാനുള്ളത്? ആ ഫോൺ, ആ ലോകം വരച്ചുണ്ട് ഫോണാക്കുമ്പോ അല്ലെ, ആപ്പിളും സന്തോഷം, അതിയായ അതാണ് പ്രതീക്ഷിക്കില്ല. ഞാന് സത്യം പറയല്ലോ, ഞാൻ ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നത് റെഡിയാക്കാൻ വേണ്ടി വന്നത് ബാറ്ററിയുടെ. കാരണം കഴിഞ്ഞ വരെയും അപ്പുറമൊക്കെ പറഞ്ഞോളൂ ഫോണ് നമുക്ക് പിന്നെ എടുക്കാം, ജസ്റ്റ് ഇപ്പൊ ഇതൊന്നും കഴിഞ്ഞിട്ട് അടുത്ത് കുറച്ച് മാസം കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പൊ ഞാനത് കരുതി എന്നാ പിന്നെ എടുക്കാം. എനിക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങനെ ഫോണിനെ പറ്റിയിട്ട് ഇങ്ങനെ ഇതായിട്ടൊന്നുമില്ല. ഈ ബാറ്ററി മാറിയ തീരാവുന്ന പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പുതിയ ഫോണൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇത് വല്ലാത്തൊരു ഇഷ്ടമായി. എത്ര ദിവസം പ്ലാനിങ് ആണെന്ന് അറിയാലേ. അവള് വരുമ്പോ തൊട്ട് കത്തി കുടിച്ചു പറയുന്നത് എത്തിയ സീനാണ്. ചെക്കനത് മരട്ടിട്ട്
ഇവനെന്തിനാ ലോഹിക്ക് എന്നെ വിളിക്കും? അല്ല മനസ്സിലായില്ല, അലോയി സാറില്ല, അങ്ങനെ സംഭവം സീനിലേ ഇല്ല. ബുദ്ധിണ്ട്, എന്റെ കുട്ടിക്ക് ബുദ്ധിണ്ട്. ഓണാക്ക് എന്താ ഇരിക്കണ്, ടെൻഷനാണേ, എന്തിനാന്നറിയില്ല. സങ്കടൊക്കെ വരുന്നുണ്ട്. അല്ലടാ ഡാറ്റ സ്വിച്ച് ക്ലോൺ കേട്ടോ. അപ്പൊ ടൈം എടുക്കോ? അത് വൃത്തിണ്ടാവില്ല ഇനി. ഇതേ അത് കുഴപ്പമുണ്ടാവില്ലേ? ഞാൻ കുറ്റമല്ല പറഞ്ഞു. ഇപ്പൊ അതല്ല, ഇപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. അങ്ങനെ ഫൈനലി ലോക്കൽ അഡാപ്റ്റർ കൊണ്ട് നടക്കുന്ന അവർക്ക് ഞങ്ങൾ പുതുതായിട്ടൊരു 20 വാട്ട് പവർ അഡാപ്റ്റർ മേടിച്ചിരിക്കുകയാണ് ഗൈസ്. അത് തമ്മിലെടുത്തോ വെറുതെ Where did you go? My heart's on a mission. Search of my soul. 'Cause I feel you slip. ഞാൻ ശരിക്കും പ്ലാൻ ഇട്ടത് ഞാനും മുക്താറ് ഹബീബി ഞങ്ങളെല്ലാം കൂടി ഇട്ട് സെറ്റാക്കുള്ള പരിപാടിയിലായിരുന്നു. പക്ഷെ യാദൃശ്ചികമായിട്ട് അവർക്കൊരു കല്യാണം ഉള്ളത് കൊണ്ട് അവർക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഉത്തരവാദിത്തം മൊത്തം ഞാൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പം ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വരാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. അവർ വീഡിയോ കോൾ ചെയ്തിട്ടൊക്കെയാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും ബാക്കി റെസ്പോൺസ് നമുക്ക് വീട്ടിൽ പോയിട്ട് അവരോട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. മറ്റാള് കിളി കൂട്ടിക്കോ. മണ്ടന്മാര് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് അവസ്ഥ തന്നെ. ഇത് കണ്ടിട്ട് ഞാൻ ആരെങ്കിലും വിളിക്കും നല്ല മെസ്സേജ് വെച്ചിട്ടാണ് നിൽക്കുന്നവന്മാര്. കുട്ടിക്കളിയാണ് ഇവനക്കുള്ള നേരത്തെ പെണ്ണ് കെട്ടാൻ പറഞ്ഞേ. അജോ ഇവനക്കല്ല പെണ്ണ് നോക്കണ നേരത്തെ. ഹെയർ പിന്നെ എത്ര ഓടിക്കാന് മറ്റേ യൂണിവേഴ്സിറ്റി കാണാപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതട്ടോ യൂട്യൂബ് ചാനലില്. ചാനൽ കൊടുത്തിട്ടില്ല, മറന്ന്. എന്തിനാ സബ്സ്ക്രൈബ്? എടാ ഷാമില യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പേരെന്താ? പിന്നെ എന്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യ്. പേര് സ്റ്റോറീസ് ഓഫ് അബ്രാർ. എന്താണ് മനസ്സിലായില്ലേ? സ്റ്റോറീസ് ഓഫ് അബ്രാർ. എന്ത് മനസ്സിലായോ? മനസ്സിലായ എന്താണ് അബ്രാർ? ABRAR. കിട്ടിയതാണോ? ഓക്കേണാ? ഇപ്പൊ തന്നെ ചെയ്യോ? എന്താണ് എന്താ പേര്? എന്താ പറഞ്ഞ് മറക്കാണെന്നാ? സ്റ്റോറീസ് ഓഫ് സ്റ്റോറീസ് ഓഫ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ക്യാമറയിൽ പറയും. ആ ബെൽ ബട്ടൺ അമർത്തണ്ടേ? ഓക്കെ. എന്റെ പേരെന്താ? എത്ര പഠിക്കണേ? അല്ല ഇത് ആൾക്കാരൊന്നും പറ. പേര് ഷാമില്. എവിടെ സ്ഥലം? എത്ര പഠിക്കുന്നത്? 5ല്. എന്താ ഫോൺ വന്ന ആർക്ക്? അനക്കാണോ? പിന്നെ ആർക്കാ? ആർക്കറിയാം? എന്തിനാ പിന്നോട് നിക്കണേ? ഇതേതാ വണ്ടിന്നാ? ഇതേതാ വണ്ടിന്നാ? ഇതൊക്കെ ഇതാ അറിയോ? ഏതാ വണ്ടി അറിയോ? ഇത് പോർഷെ. ആ പിന്നെ ഇതോ? ബെൻസോ. ഇത് ബെൻസാ? അറിയാലേ? പോട്ടെന്നാ കാണാം. അസ്സലാമു അലൈക്കും. സ്റ്റോറീസ് ഓഫ് ആ പത്തന മേടിച്ചിട്ടാ മറക്കണ്ട. പോട്ടെ ശരി. ഒന്ന് കഴിച്ചു കൊടുത്ത ആ സൗണ്ട് ഇല്ലടാ. എടാ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? അനക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? കാരണ
ഓനെ കൊണ്ടുപോയി ഓനാളെ കൊണ്ടുപോവാ ഓനെ വാപ്പിമ്മക്കോടെ കൊണ്ടുപോകാറ് കുഴപ്പമില്ല കുഴപ്പമില്ല അങ്ങോട്ടോ അങ്ങോട്ടാ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ പ്രശ്നം വെച്ചോളാം എന്തായാലും വേണോ 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 ഏതാണ്ട് പോർഷെ നമ്മള് വണ്ടി ആര് ചോദിച്ചിട്ട് കൊടുത്തിട്ട് ചേട്ടാ സാധനം പക്ഷെ ഇന്ന് ഇപ്പം ചോദിക്കണോണ്ട് കൊടുക്കാണ് ഓക്കെ അപ്പൊ ഓൾ ദി ബെസ്റ്റ് പിന്നെ നമ്മള് കാണണ്ട നമുക്ക് ഓക്കെ വണ്ടി അനസിനോട് ചോദിച്ചേ അനസ് ചെയ്ത് വണ്ടി ഓടിക്കണേ ഞാൻ സാധനാന്ന് പറഞ്ഞപ്പോ എന്തോ പറഞ്ഞല്ലോ ഈ വയനാട് ചുരന്നല്ലോ പറഞ്ഞേ ഇവ ഏതോ ചുരം എന്ന് പറഞ്ഞു വയനാട് ചുരം അപ്പനെ പറയേ ഞാന് എന്താടാ മറ്റേ ഇതിന്റെ പേര് വേറെ ഒരു സ്ഥലം പറഞ്ഞു വാൽപ്പാറ അങ്ങനെ എന്തോ ഒരു സ്ഥലം പറഞ്ഞു ഓ വാൽപ്പാറയെന്ന് അല്ല മറ്റേ സ്റ്റിയറിംഗ് ഓടിക്കല്ലേ മറ്റോ നോക്കി ഓടിക്കും ഹെയർ പിന്നൊക്കെ ഉണ്ട് ആലോചിച്ചൊക്കെ ആ 10 വയസ്സിലെ പയ്യന്റെ അടുത്ത് ഇപ്പൊ ഇന്ന് പറയാ നോക്കി ഓടിക്കും ഹെയർ പിന്നൊക്കെ ഉണ്ട് ഇന്ന് ആലോചിച്ചൊക്കെ ഓന്റെ വാപ്പാപ്പാന്ന് എനിക്ക് പോയത് ഓന്റെ വാപ്പ നോക്കിക്ക അല്ല ഞാൻ വാപ്പാട് നോക്കി വാപ്പ എന്തെങ്കിലും പ്രശ്നമാക്കി വെച്ചിട്ട് വാപ്പ നോക്കുമ്പോ വാപ്പ പറഞ്ഞ ഫുള്ള് മോന് ഉച്ചു നോക്കുക ആ നമുക്ക് റൈറ്റ് ആ സ്പിന്നടിക്ക് അത് സുഖമായിട്ട് കിട്ടും അത് എവിടെ മുട്ടിപ്പടി ഇതാണോ മുട്ടിപ്പടി പക്ഷെ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഞാൻ മാറ്റേണ്ടി വരുമോ അടിക്കല്ലേ കയ്യറിന്റെ പോട്ടെ കളിയൊക്കെ മാറും മട ഒരു വൺ ഓഫ് ഫേവറേറ്റ് സാധനമാണ് അത് ഷുഗർ കെയിൻ അത് നമുക്ക് ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കും നമ്മുടെ മോസിലെ ആൾക്കാരുടെ സാധനം ശരിക്കും ബാക്കിയില്ലേ ഫോണ് 4 പീസൊന്നും ആക്കിയിട്ടില്ലട്ടാ ഇത് വെറുതെ ഇവര് ഡ്രാമ കളിച്ചാണ് ഇവര് ഓൾറെഡി മറ്റേ കടക്കാരനെ കയറ്റി പ്ലാൻഡ് ആക്കിയിട്ട് ചെയ്ത പരിപാടിയാണ് ഇത് അയച്ചിട്ടില്ല ഒന്നും കാണിയിട്ടില്ല ഈ സാധനം നേരെ കൊണ്ടിട്ട് ഡ്രോവെല്ലാം വെച്ചിട്ട് പറഞ്ഞ് സാധനം താഴത്തെ ഷോപ്പിൽ കൊടുത്തയച്ചിക്കാന്ന് പറഞ്ഞു ഇത് അവിടെ കൊടുത്ത സെൽഫിലുണ്ടായിരുന്ന സംഭവം ഒരു 10 വയസ്സിട്ട് പോസ്റ്റ് ആക്കാൻ പറഞ്ഞ പോസ്റ്റ് ആക്കിട്ടവര് നല്ല പണി എടുത്തിക്കണേ അഭിനയിച്ചും സത്യം ഓന്റെ അഭിനയത്തിൽ ഞാൻ പോകണം കേട്ടോ കടക്കാരൻ്റെ അഭിനയത്തിൽ കാരണം ഞാൻ എനിക്ക് ചാർജ് കയറാത്ത പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല പക്ഷെ ഓര് പറഞ്ഞത് ചാർജ് കയറി പോട്ട് ഇവരയച്ചപ്പോ പൊട്ടിപ്പോയി ഇനിയിപ്പോ ഒരാഴ്ച പിടിക്കും ഇനി അത് ഇടണമെങ്കിൽ തന്നെ സെക്കൻഡ് ഹാൻഡ് ഫോണെന്നൊക്കെ എടുത്തിട്ട് വേണം ഇടാൻ. അപ്പൊ ഞാൻ പറഞ്ഞു നിക്ക് 13-ാം തീയതി നടക്കൂല 12-ാം തീയതി ഉള്ളിലേക്ക് ചെയ്തു തരാൻ പറ്റിയത് ഇത് നാളെ അല്ലെങ്കിൽ ഒരു സാധനം തിരിച്ചു ശരിക്കും തന്നാളെന്ന് പറഞ്ഞു. അല്ലല്ലേ ഞാന് ഒന്നാമത് ക്യാമറ ഓണാണ് പിന്നെ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരാളല്ലല്ലോ അല്ലേ എനിക്കൊക്കെ ഞാൻ കൂളായിട്ട് നിന്ന് ഞാൻ ഇതൊന്നും മുണ്ടില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള മൈൻഡിൽ ഞാൻ അങ്ങനെ നിന്ന് പിന്നെയാണ് ഓന് 15 കൊടുത്തിട്ട് പറഞ്ഞു തൽക്കാലം നീ ഇത് ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ട് റെഡി ആക്കിയിട്ട് മറ്റേ തരാറുണ്ട്. അപ്പം ഞാൻ 15 കൈ പിടിച്ചോണ്ടിരിക്കുമ്പോൾ അബ്രാക്ക് പറഞ്ഞു എന്നാൽ 15 വേണ്ട ഈ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഓന് ഈ ഫോൺ കൊടുക്കുന്നത്. ഇവിടെ കുത്തിയത് ഹലോ പൊളി 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 കോട്ട കിട്ടാത്ത സാധനം കോട്ടൊക്കെ കിട്ടാത്ത സാധനം കോട്ടകലുണ്ടോ ഇല്ല പക്ഷെ കോട്ട ഞാൻ പറഞ്ഞ കോട്ട കിട്ടാത്ത സാധനം എന്താ അത് പറഞ്ഞിട്ടാണ് അത് കോട്ടയ്ക്ക് വരും ഇത് ഉണ്ട് ഇത് വേറെ സാധനം ഇതിന്റെ ഇത് കൂൾ കെയിൻ ഇതിന്റെ വേറെ ഇങ്ങോട്ട് തരിക ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് കോട്ടക്കൽക്കാരൻ ഇങ്ങോട്ട് നോക്കേ അതൊക്കെ
അന്ന കൊണ്ടില്ലേ അവിടെ പോയിട്ട് ആള് പറഞ്ഞ് ഇത് കേറിയ പടത്തിന് ഇത് മേടിച്ചോണ്ട് പോയി. ഇതിപ്പോ ചെയ്ത് തരാറുണ്ട്. കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് പറയണേ ഇത് ഇനി റെഡി ആക്കാൻ പറ്റില്ല, റെഡി ആക്കണമെങ്കിൽ ഒരാഴ്ച പിടിക്കും, ഇതിന്റെ ഈ സാധനം പൊട്ടിക്കണ് അങ്ങനൊക്കെ പറയതാക്കി. എന്നിട്ട് പറഞ്ഞ് പകരം വേറെ ഫോൺ തരാന്നൊക്കെ പറഞ്ഞ് കൊറേ നേരം ഇട്ടിച്ചു അവിടെ. തരാൻ എനിക്ക് എന്താ പറയാനുള്ളത്? എന്നിട്ട് ഈ ഫോണ് കൊടുക്കുന്നത്, ഈ ഫോൺ ഉപയോഗിച്ചാൽ ഈ ഫോൺ കൊടുക്കുന്നത്. അതുവരെ ഈ ഫോൺ ഉപയോഗിക്കണം പറഞ്ഞല്ലേ? അതുവരെ ഒരു അവിടെ കടയിലുള്ള ഒരു ഫോൺ വന്നിട്ട് പറഞ്ഞു ഈ ഫോൺ ഉപയോഗിച്ചാണ് കടയത്തെ ആള്. കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ചു നേരം കളിപ്പിച്ചു. പിന്നെ അപ്പഴൊക്കെ വന്നിട്ട് പറഞ്ഞു ഈ ഫോൺ ഉപയോഗിച്ചാണ്ട് പുതിയ ഫോൺ കൊടുക്കുന്നു. ഹാപ്പി അല്ലേ? എന്താ പറയുന്നത്? ഹാപ്പി ഹാപ്പി. ഞങ്ങൾ ആച്ചിറ പുതിയ 17 Proയിൽ സെൽഫി എടുത്തുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി അവിടെ ഞാനോ